ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ അതിന് മുന്നായി ഫുൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സോൾട്ട് ബിസ്ക്കറ്റാണ്. ഞാൻ ഇതിന് മുന്നേ ഗുഡ് ഡേ ക്യാഷ് ബിസ്ക്കറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ സോൾട്ട് ബിസ്ക്കറ്റിന് റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വൈകിപ്പോയി ഇടാൻ വേണ്ടി, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നുകൊണ്ടാണ് വൈകിയത്. ഇപ്പോൾ എൻ്റെ ഇച്ചാനാണ് ഇത് റെഡിയാക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഫുൾ വീഡിയോ ഇത് കാണണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സാൾട്ട് ബിസ്ക്കറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടി ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു 2.5 സ്പൂണ് ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് സാൾട്ട്, ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആകണം. ഒരു വൈറ്റ് കളർ ആകുന്നവർക്ക് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1.25 കപ്പാണ് മൈദ എടുത്തത്. 1 കപ്പ് ഇട്ട് നോക്കിയായിരുന്നു. 1 കപ്പ് എടുത്തിട്ട് അത് ഭയങ്കര ലൂസായിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് പരത്താനൊന്നിനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ 1/4 കപ്പ് കൂടെ എടുത്തിട്ട് 1.25 കപ്പ് മൈദ ഞാൻ ടോട്ടൽ എടുത്തായിരുന്നു. ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തായിരുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അന്നിപ്പോൾ നമ്മൾ പപ്സൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ ഒരുപാട് ടൈമും കാര്യങ്ങളും എടുത്തായിരുന്നു. പക്ഷേ ടൈം എടുത്താൽ അത് നല്ല രീതിക്ക് വന്നായിരുന്നു. കുറച്ച് റിസ്ക് എടുത്താൽ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടാക്കാമല്ലേ. ഇപ്പോൾ ബിസ്ക്കറ്റിന് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. നമുക്ക് കുഴച്ചെടുത്തും കൊണ്ട് അന്നേരം തന്നെ നമുക്ക് പരത്തി അത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ. അപ്പോൾ പിന്നെ ഈ നമ്മൾ റോളറിൽ നന്നായിട്ട് മാവെല്ലാം പുരട്ടിയിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനേക്കാളും നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒട്ടലും കാര്യങ്ങളും റോളറിൽ ഭയങ്കര ഒട്ടലൊക്കെ ആവും. അതിനേക്കാളും നല്ല ചെറിയ ചെറിയ ഉരുണ്ട പിടിക്കുക, എന്നിട്ട് കൈ കൊണ്ട് വെച്ചിട്ട് തറയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പരന്ന് കിട്ടും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതാ അച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, അച്ചാണെങ്കിൽ റൗണ്ടിലും കിട്ടും. ഏത് ഷേപ്പുള്ള അച്ചാണ് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇത് കിട്ടും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഒരു 10-25 ആ ഒരു ലെവലിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മറ്റേതാ സമയത്ത് നമ്മൾ പരത്തിയിട്ട് ഇപ്പോൾ തുടക്കക്കാർക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പരത്തിയിട്ട് നേരെ കിട്ടിയില്ലെങ്കിൽ ഭ്രാന്താകുള്ളൂ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ രീതിക്കായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് വശമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വശമില്ലാത്തവരാണ് പറഞ്ഞാൽ ഈ രീതിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ട് എല്ലാ ബിസ്ക്കറ്റിലും വെച്ചിട്ട് പറഞ്ഞാൽ അതൊരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് അറിയത്തില്ല. എല്ലാ സാൾട്ട് ബിസ്ക്കറ്റിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കും അറിയണമെങ്കിൽ അത് പറഞ്ഞു തരിക. പിന്നെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് പറഞ്ഞാൽ എല്ലാത്തിലും അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു. ഒരു 5 എണ്ണം ഒഴിവാക്കി വിട്ടു. അപ്പോൾ നമ്മൾ 2 രീതിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട്, എഗ്ഗ് ഇല്ലാതെ ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഗ്ഗ് വെച്ചിട്ട് മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തത് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാത്തത് നോർമലായിട്ടുള്ള ഒരു കളറിലേക്ക് കിട്ടിയായിരുന്നു. 2 ബിസ്ക്കറ്റ് വെച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വിത്തൗട്ട് എഗ്ഗിൽ റെഡിയാക്കിയത് കൊണ്ട് വെച്ചാൽ ടേസ്റ്റിൽ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എഗ്ഗ് ഇഷ്ടമുള്ളവർ വെച്ചിട്ട് പറഞ്ഞാൽ ഒരു കളറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എഗ്ഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വിത്തൗട്ട് എഗ്ഗിൽ വെച്ച് റെഡിയാക്കിയാലും കുഴപ്പമില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.